നമസ്കാരം. പ്രധാന വാർത്തകൾ. സുധീർ നമ്പ്യാരുടെ നിയമന വിഷയം പരിശോധിക്കുമെന്നും തെറ്റുതിരുത്തുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. ജയരാജൻ രാജിവെക്കണമെന്ന പ്രതിപക്ഷം. കർഷക സംഘം റാന്നി ഏരിയ സമ്മേളനം അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കാക്കിയണിഞ്ഞ കർഷകർ. മണിയാർ KAP 5th ബറ്റാലിയൻ ക്യാമ്പിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. വാഴകൃഷിക്ക് പ്രിയമേറുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഴപ്പഴത്തോടുള്ള വിമുഖത യുവാക്കളെപ്പോലും വാഴകൃഷിയിലേക്ക് തിരിക്കുന്നു. വാർത്തകൾ വിശദമായി. സുധീർ നമ്പ്യാരുടെ നിയമന വിഷയത്തിൽ മന്ത്രി EP ജയരാജനെതിരെ പാർട്ടിയിൽ അമർഷം തുടരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബന്ധുക്കളെ നിയമിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്ത നടപടി ജയരാജനെ പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ അസംതൃപ്തിയുണ്ടാക്കി. പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ബന്ധു നിയമന വിഷയം പാർട്ടി പരിശോധിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തെറ്റുതിരുത്തുവാൻ നടപടി സ്വീകരിക്കും. മന്ത്രിമാരുടെ മക്കളെ നിയമിക്കുന്നതും ബന്ധുക്കളെ നിയമിക്കുന്നതും രണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാർ മക്കളെ നിയമിച്ചാൽ അത് സ്വജനപക്ഷപാതമെന്ന് പറയാം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ പാർട്ടി ഇടപെടാറില്ല. അതാത് വകുപ്പുകളാണ് അത് ചെയ്യാറുള്ളതെന്നും കോടിയേരി വ്യക്തമാക്കി. സർക്കാർ പദവികളിൽ ബന്ധുക്കളെ നിയമിച്ചത് അഴിമതിയാണെന്ന് പ്രതിപക്ഷ ആരോപണം. മന്ത്രി ജയരാജൻ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് VM സുധീരനും ആവശ്യപ്പെട്ടു. അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയവർ സ്വന്തക്കാരെ അധികാരത്തിൽ തിരികെ കയറ്റുന്ന തിരക്കിലാണ്. യോഗ്യതയില്ലാത്ത ബന്ധുക്കൾക്ക് നിയമനം നൽകി EP ജയരാജൻ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്നും സുധീരൻ ആരോപിച്ചു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 000237 9447 65036. വാർത്തകൾ തുടരുന്നു. കർഷക സംഘം റാന്നി ഏരിയ സമ്മേളനം റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ 34ാമത് ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി കേരള കർഷക സംഘം റാന്നി ഏരിയ സമ്മേളനം റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി കർഷക സംഘം റാന്നി ഏരിയ കമ്മിറ്റിയുടെ വിളംബര റാലി നടന്നു. തുടർന്ന് പുഷ്പാർച്ചന, പതാക ഉയർത്തൽ, രക്തസാക്ഷി പ്രമേയ അവതരണം, അനുശോചന പ്രമേയ അവതരണം എന്നിവ നടന്നു. സ്വാഗത സംഘം ചെയർമാൻ റോഷൻ റോയ് മാത്യു സ്വാഗതം ആശംസിച്ചു. വലതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈയുള്ള ഒരു വിഭാഗത്തിലേക്ക് ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായുള്ള തനതായ പ്രവർത്തനങ്ങൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഭാവി പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും നമ്മുടെ താലൂക്കിലും നമ്മുടെ മണ്ഡലത്തിലും നമുക്ക് കഴിയും. ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ താലൂക്കിലുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കർഷകർ അധിവസിക്കുന്ന ജില്ലയാണ് നമ്മുടെ ജില്ല. ഏറ്റവും കൂടുതൽ റബ്ബർ കർഷകർ അധിവസിക്കുന്ന താലൂക്കാണ് നമ്മുടെ താലൂക്ക്.
കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലാതെ ഒരു സാമൂഹ്യ മാറ്റം കൈവരിക്കാനാവില്ല എന്ന് നാം വിശ്വസിക്കുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകേണ്ട സാമൂഹ്യ മാറ്റം കർഷകരുടെ ഇടയിൽ ഉണ്ടാകേണ്ട മാറ്റം, കർഷകർ സംഘടിച്ചുണ്ടാക്കിയെടുക്കുന്ന സാമൂഹ്യ മാറ്റമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യത്ത് നടക്കേണ്ട സാമൂഹ്യ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് കർഷകർ. കർഷകരുടെ സുഹൃത്തുക്കളായി അവർക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് തൊഴിലാളി വർഗമുണ്ട്. എന്നാൽ ഇതൊരു വ്യാവസായിക രാജ്യമായിട്ടില്ലാത്തത് കൊണ്ട് തൊഴിലാളി വർഗത്തെ അപേക്ഷിച്ച് ജനസംഖ്യയിൽ കൂടുതൽ കർഷകരാണ്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളി കർഷക സഖ്യത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ മാറ്റം വരുത്തേണ്ടത് എന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോ 63% ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ കണക്കാണ്. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, 63 65 പറയുന്നു. അങ്ങനെ 60-65% ജനങ്ങളും ജീവിക്കുന്നത് അവരുടെ തൊഴിലും ഉപജീവന മാർഗവും കൃഷിയാണ്. തൊഴിലും ഉപജീവന മാർഗവുമാണ്. അപ്പോ ഇന്ത്യയുടെ പുരോഗതി എന്ന് പറഞ്ഞാൽ പ്രധാനമായും കാർഷിക മേഖലയുടെ പുരോഗതി തന്നെ. പൊതുസമ്മേളനത്തെ തുടർന്ന് വിവിധ സബ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. അഡ്വക്കേറ്റ് KP സുഭാഷ് കുമാർ, R രാജേന്ദ്രൻ എന്നിവർ പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. MLA രാജു ഇബ്രഹാം, PS മോഹനൻ, S ഹരിദാസ്, മത്തായി ചാക്കോ, കോമളം അനിരുദ്ധൻ, K കൃഷ്ണപിള്ള, PR പ്രസാദ്, AR വിക്രമൻ, ലീല ഗംഗാധരൻ, VK സണ്ണി, ജോബി T ഈശോ, റോബിൻ K തോമസ്, TR ശിവൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. മനുഷ്യർക്കായാലും സസ്യലതാദികൾക്കായാലും കാവലാളാകാൻ മടിയില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് മണിയാർ KAP 5th ബറ്റാലിയൻ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ. കാക്കയുടെ തലോടലിലെ ഹരിതമയം കാണാം. ഈ കാണുന്നത് ഒരു പാട്ടകൃഷിയിടമല്ല. ഇത് മണിയാർ KAP 5th ബറ്റാലിയൻ ക്യാമ്പിൽ കാക്കക്കുള്ളിലെ കർഷകർ പരിപാലിക്കുന്ന ജൈവ പച്ചക്കറി കൃഷികളാണ്. 600 ഗ്രോ ബാഗുകളിൽ വെണ്ടയ്ക്ക കൃഷി കൂടാതെ മുളക്, വഴുതന, ചീര എന്നിവ വേറെയും. വെച്ചുച്ചിറ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റാന്നി കർഷക സേവന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ വെണ്ടത്തൈകൾ 60 ദിവസം കൊണ്ട് വിളവെടുത്തത് 220 കിലോഗ്രാം. യാതൊരു രാസവള പ്രയോഗവുമില്ലാതെ വിഷമയമില്ലാത്ത ജൈവവളം കൊണ്ട് മാത്രം ഉൽപ്പാദിപ്പിച്ചെടുത്ത ഈ വെണ്ടയ്ക്കായും മുളകും വഴുതനയും ചീരയുമെല്ലാം ക്യാമ്പിലെ മെസ്സിൽ തന്നെ ഉപയോഗിച്ചു. ബാക്കി വന്നവ ക്യാമ്പിനോട് ചേർന്ന പോലീസ് ക്വാർട്ടേഴ്സുകളെ തന്നെ വിറ്റഴിച്ചു. 179 ട്രെയിനികൾ ഉൾപ്പെടെ 230 പോലീസ് ഉദ്യോഗസ്ഥർ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയത് തങ്ങൾ തന്നെ പരിപാലിച്ചു വിളയിച്ചെടുത്ത പച്ചക്കറികൾ. 25,000 രൂപ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഇവയുടെ പരിപാലനത്തിനായി ലഭ്യമാക്കിയിരുന്നു. 2 ആക്റ്റീവ് പോലീസുകാരും 6 ട്രെയിനികളും ഈ ജൈവ പച്ചക്കറി കൃഷി പരിപാലനത്തിൽ മേൽനോട്ടം വഹിക്കുന്നു. KAP 5th ബറ്റാലിയൻ്റെ ക്യാമ്പാണിത്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഏകദേശം ഹൃദയഭാഗത്തായിട്ടാണ് ഞങ്ങൾ ഈ പച്ചക്കറി കൃഷി നടത്തുന്നത്. അപ്പോൾ 50 സെൻറ്റ് സ്ഥലത്തിനകത്താണ് ഇപ്പോൾ ഈ വെണ്ട ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 600-ലധികം ഗ്രോ ബാഗുകളിലായിട്ടാണ് ഇപ്പോൾ ഈ വെണ്ട ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ഗ്രോ ബാഗിലായിട്ട് ഈ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 250 കിലോയിലധികം വെണ്ടയ്ക്ക ഞങ്ങൾ ഇപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ വെണ്ടയ്ക്ക കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പം പോലീസ് റിക്രൂട്ടായിട്ട് 180-ലധികം ട്രെയിനീസ് ഇവിടെ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മെസ്സിലേക്കുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ ഇവിടെ വെണ്ട ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വെണ്ടയ്ക്ക് തുടക്കം മുതലേ തന്നെ ഇതിനെ ഉപയോഗിക്കുന്നത് മൊത്തം പൂർണ്ണമായിട്ടും നമ്മൾ ജൈവ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വടശ്ശേരിക്കര കൃഷിഭവന്റെ കീഴിൽ മണിയാറ്റിലെ പോലീസ് ക്യാമ്പിലെ ജൈവ കൃഷിയിൽ വിദഗ്ധ നിർദ്ദേശം നൽകി റാന്നി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടോണി ജോണിന്റെ സേവനം കൃഷിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. വടശ്ശേരിക്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെയ്ത ഈ ക്യാമ്പിലെ കൃഷി തോട്ടം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹവും അപ്പോൾ തന്നെ 185ഓളം പോലീസ് ട്രെയിനികളുടെ അവരുടെ ഈ കഠിനമായ പരിശീലനത്തിനിടയിൽ ഒരു റിലാക്സേഷനാണ് ഈ കൃഷി. അതുമാത്രമല്ല ഇവിടുത്തെ ഈ കൃഷി ഉൽപ്പന്നം കൊണ്ട് അവർക്ക് പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ കാർഷിക മേഖലയിലും അത്രയൊരു പരിശീലനമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളുടെ കമാൻഡൻറ്റും ഡെപ്യൂട്ടി കമാൻഡൻറ്റും ഒക്കെ അസിസ്റ്റൻറ്റ് കമാൻഡന്മാരൊക്കെ ഇതിന് ഒത്തിരി സഹകരണം കാണിക്കാനിടയായി തീർന്നു. ക്യാമ്പിൽ വളരെ അപ്രിസിയേഷൻ നമുക്ക് ലഭിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. തുടർന്നും ഈ ഒരു ക്യാമ്പിൽ ഒരു
ഒരു കമ്പനി ഒരു നല്ലൊരു കൃഷി തോട്ടമാണ് ഞങ്ങളുടെ എയിം. ഇത് നല്ല കോപ്പറേറ്റീവായിട്ട് പ്രവർത്തിച്ച കൃഷിഭവൻ്റെ ഓഫീസർക്കും അതിൻ്റെ സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ ക്യാമ്പിൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. വടശ്ശേരിക്കര കൃഷിഭവനിൽ നിന്നും സമയാസമയങ്ങളിൽ കൃഷിക്കുള്ള സബ്സിഡിയും അനുവദിച്ചിരുന്നു. തങ്ങളുടെ കൃഷിയിൽ സംതൃപ്തരായ ഈ പോലീസ് ഉദ്യോഗസ്ഥർ 1/2 ഏക്കറിൽ കൂടി ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുവാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. അതിനായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ 50,000 രൂപ സബ്സിഡിയും ലഭ്യമാക്കും. കഠിന പരിശീലനത്തിനും മേൽനോട്ടത്തിനും ഇടയിലും ഇവർ ഈ പച്ചക്കറി പരിപാലനത്തിൽ അതീവ ശ്രദ്ധ നൽകുന്നു. ഇനിയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുവാൻ സദാ സന്നദ്ധരായി ഈ ക്യാമ്പിലെ ജീവനക്കാർ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് ആക്റ്റീവ് പോലീസ് രതീഷും പോലീസ് OC CK രാജുവും. വിഷമയമില്ലാത്ത പച്ചക്കറികൾ സ്വന്തമായി വിളയിച്ചെടുത്ത് അത് കഴിക്കുന്നതിന്റെ സംതൃപ്തി ഇവിടെ ഈ ക്യാമ്പിലെ ഓരോ അംഗവും പങ്കുവയ്ക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ വലിയ പാലത്തിന് സമീപം റാന്നി. ഫോൺ 04735 225237 9447000237 944777 65036. വാർത്തകൾ തുടരുന്നു. വാഴകൃഷിക്ക് പ്രിയമേറുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വന്നിറങ്ങുന്ന രാസവള പ്രയോഗത്തിൽ ലഭ്യമാക്കുന്ന പഴങ്ങളോടുള്ള വിമുഖതയാണ് വാഴവിത്ത് കച്ചവടം റാന്നിയിൽ പൊടിപൊടിക്കുവാൻ കാരണം. സ്വന്തമായി മണ്ണുണ്ടെങ്കിൽ വേണ്ടുവോളം കൃഷിയിറക്കാം. അതില്ലാത്തവർക്കും അടുക്കള മുറ്റത്തൊരു വാഴയെങ്കിലും വെക്കണം എന്നു തന്നെയാണ് ആഗ്രഹം. ജൈവ മാലിന്യങ്ങളിൽ നിന്നുള്ള വളം മാത്രം ഉപയോഗിച്ച് ലാഭകരമായ ഒരു കൃഷി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏതൊരുവനും വാഴകൃഷിയിലേക്ക് തന്നെ വന്നെത്തും. അതിൽ വിത്ത് ശേഖരണം തുടങ്ങിയ പ്രാധാന്യമർഹിക്കുന്നു. മാർത്താണ്ഡത്തു നിന്നുമാണ് റാന്നിയിൽ ഏറെയും വാഴവിത്ത് വന്നിറങ്ങുന്നത്. 14 മുതൽ പല വിലകളിൽ പാളയംതോടൻ, ഏത്തൻ, വിവിധതരം പൂവൻ, റോബസ്റ്റ വിത്തുകളുണ്ട്. ഇവ അടുക്കളത്തോട്ടത്തിൽ വെക്കാനായാലും പാട്ടകൃഷിക്കായാലും കച്ചവടമാകുന്നു. വാഴകൃഷിയിലെ ലാഭവും മായം ചേരാത്ത വാഴപ്പഴങ്ങളും ആഗ്രഹിക്കുന്നവർക്ക് വിത്തുകൾ എത്തിക്കാൻ റാന്നിയിൽ കച്ചവടക്കാർ ഏറെയാണ്. രാവിലെ വാഴവിത്തുകൾ വന്നിറങ്ങിയാൽ കാലേക്കൂട്ടി ബുക്ക് ചെയ്തിരിക്കുന്നവർ എത്തുകയായി. നിമിഷങ്ങൾ കൊണ്ട് വാഴവിത്തുകളെല്ലാം കൃഷിയിടങ്ങളിലെത്തും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഴപ്പഴങ്ങളോടുള്ള വിമുഖത റാന്നിക്കാരെ സ്വയം കൃഷി ചെയ്യുവാൻ പ്രാപ്തരാക്കിയിരിക്കുന്നു എന്നതിന് തെളിവാണ് ഇവിടെ കാണുന്നത്. വാഴവിത്ത് സ്ഥിരമായി വാങ്ങുന്നതും ബുക്കിംഗും എല്ലാം വിത്തുകളുടെ നിലവാരവും ഉറപ്പിക്കുന്നുണ്ട്. കച്ചവടം ലാഭകരം എന്നതിനാൽ യുവാക്കൾ പോലും കഷ്ടപ്പെടുവാൻ തയ്യാർ. റാന്നി വലിയ പാലത്തോട് ചേർന്നുള്ള കച്ചവടക്കാരിൽ നിന്ന് പോകുന്ന വിത്തുകളുടെ ഫലമെല്ലാം റാന്നിക്ക് തന്നെ ലഭിച്ചാൽ വിഷമയമില്ലാത്ത വാഴപ്പഴങ്ങളെങ്കിലും എല്ലാ വീടുകളിലും ലഭ്യമാകുമെന്ന് ഉറപ്പാക്കാം. ഇട്ടിയപ്പാറയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിട്ടും പ്രവർത്തിക്കാതെ പൂട്ടിക്കിടക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു ഇട്ടിയപ്പാറ ഹോമിയോ ആശുപത്രിക്കായി കെട്ടിടം പണിത് ഉദ്ഘാടനം ചെയ്തിട്ട് നാളിതുവരെയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. നിലവിൽ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം ഇട്ടിയപ്പാറ ബസ് ടെർമിനൽ കെട്ടിടത്തിൽ പരിമിതികൾക്ക് നടുവിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ ഈ കെട്ടിടം പൂട്ടിക്കിടക്കുന്നത്. ടൗണിൽ തന്നെ ഇങ്ങനെ പൂട്ടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിൽ സാമൂഹിക വിരുദ്ധർ താവളമാക്കിയതിനെ തുടർന്ന് വാർഡ് മെമ്പർ പൊന്നി തോമസ് പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. പുതിയൊരു കെട്ടിടം ഇത്രയും വൃത്തിഹീനം ആക്കിയിട്ട കാഴ്ച സിറ്റി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. തുടർന്നാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിൽ ശുചീകരണം നടത്തിയത്. കെട്ടിടത്തിന് ഉൾവശവും ചുറ്റുപാടും വൃത്തിയാക്കി ചപ്പുചോറുകൾ കത്തിക്കുകയും കാട് നീക്കം ചെയ്യുകയും ചെയ്തു. കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും അല്ലാതുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മൃഗാശുപത്രിയുടെയും ഹോമിയോ ആശുപത്രിയുടെയും പരിസരവും ബൈപ്പാസ് റോഡും ആണ് വൃത്തിയാക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും ആശംസകൾ. ഇങ്ങനെയൊരു കെട്ടിടം പൂട്ടിയിടാതെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ വൃത്തിഹീനമാകില്ലായിരുന്നു എന്നും നാട്ടുകാർ പ്രതികരിക്കുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് പൊക്കണംതൂക്കിലാണ് കുടുംബശ്രീയുടെ സേവനം പ്രയോജനപ്പെട്ടത്. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ പൊക്കണംതൂക്ക് പ്രദേശത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടന്നു. വാർഡ് മെമ്പർ അനിത അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ പ്രദേശത്ത് പൊക്കണംതൂക്കുമായിട്ട് ബന്ധപ്പെട്ട് അംഗൻവാടിയും അതുപോലെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളുടെ പരിസരമൊക്കെ വൃത്തിയാക്കുകയാണ്. അപ്പം നമുക്കറിയാം ഒക്ടോബർ 1 മുതൽ 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഗാന്ധി ജയന്തി വാരാഘോഷം ഞങ്ങളുടെ വാർഡിൽ സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും കുടുംബശ്രീക്കാരും അതുപോലെ തന്നെ അംഗൻവാടി വർക്കേഴ്സും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള സന്നദ്ധ സേവനം നടത്തുന്ന എല്ലാ നാട്ടുകാരും
നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവന്ന ഈ സമയത്ത് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഗാന്ധി ജയന്തി വാരാചരണത്തോടനുബന്ധിച്ച സൂര്യ കുടുംബശ്രീ നടത്തിയ ശുചീകരണ യജ്ഞത്തിൽ പൊക്കണത്തൂക്ക് അംഗൻവാടിയും സമീപ പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ചിന്നമ്മ ടീച്ചർ, റാണി അനിൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ഒക്ടോബർ 2 അതിനോടനുബന്ധിച്ച് പൊക്കണത്തൂക്ക് അംഗൻവാടിയും അതിൻ്റെ പരിസരം ആ ഏരിയ ലക്ഷം വീട് കോളനിയിൽ നമ്മൾ ശുചിത്വ വാരം നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ അനിത അനിൽകുമാർ ബാക്കി എല്ലാ സംഘാടകരും ഇതിൽ ഉൾക്കൊണ്ട് ആത്മാർത്ഥമായി ഞങ്ങൾ റോഡിൻ്റെയും നാടിൻ്റെയും ശുചീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. റാന്നി ചെത്തോങ്കരയ്ക്ക് സമീപം വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന റാന്നി അങ്ങാടി ചെട്ടിമുക്ക് പറക്കുളത്ത് വലിയ കാലയിൽ ആപ്പിൾസാം ഫിലിപ്പിന്റെ മകൻ അലൻ ആപ്പിൾസാം മരണമടഞ്ഞു. SC ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയായിരുന്നു. ചെത്തോങ്കരയ്ക്ക് സമീപം അത്തിക്കയം റോഡിൽ ഇക്കഴിഞ്ഞ 4-ാം തീയതി അലൻ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. സംസ്കാരം പിന്നീട്. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 000237 9447 65036. വാർത്തകൾ തുടരുന്നു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി റാന്നി സെന്റ് തോമസ് കോളേജ് NSS യൂണിറ്റിന്റെ സേവന പ്രവർത്തനങ്ങൾ മോതിരവയൽ 52 സെന്റ് കോളനിയിൽ. ഒരു വർഷത്തെ പ്രോജക്ടിന്റെ ഭാഗമായി റാന്നി സെന്റ് തോമസ് കോളേജ് NSS യൂണിറ്റ് ദത്തെടുത്തതാണ് 52 സെന്റ് കോളനി. റാന്നി സെന്റ് തോമസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് മോതിരവയൽ 52 സെന്റ് കോളനി ദത്തെടുത്ത് പല പ്രവർത്തനങ്ങളും നടത്തി വന്നിരുന്നു. ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള ശുചീകരണ യജ്ഞം ഇന്ന് NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ 52 സെന്റ് കോളനിയിൽ നടപ്പാക്കി. റോഡുകൾക്ക് ഇരുവശവും കാടുകളും ചപ്പുചോറുകളും നീക്കം ചെയ്തു. 52 സെന്റ് കോളനിയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടവും ചുറ്റുപാടും വൃത്തിയാക്കി കെട്ടിടം പെയിന്റ് അടിക്കുകയും ചെയ്തു. ശുചീകരണ യജ്ഞം പ്രവർത്തനോദ്ഘാടനം വാർഡ് മെമ്പർ അനിത അനിൽകുമാർ നിർവഹിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇവിടുത്തെ വീടുകളെല്ലാം സർവേ ചെയ്യുകയും ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കാനായിട്ട് കുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഗാന്ധി ജയന്തി വാരാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട 52 ഏക്കർ കോളനിയിലെ റോഡുകളുടെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗത്തുള്ള കാടുകളൊക്കെ തെളിച്ച് വൃത്തിയാക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ 52 ഏക്കർ കോളനി അംഗൻവാടി പെയിൻറ് ചെയ്യാൻ കുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇവിടെയുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് കുട്ടികളെ സജ്ജമാക്കുന്നത്. തീർച്ചയായിട്ടും സെൻറ് തോമസ് കോളേജിൻ്റെ നേതൃത്വത്തിൽ NSS നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ സുരേഷ് MK, ഡോക്ടർ ദീപ റോസ്ലിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രവർത്തനങ്ങളിൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം V. കുര്യാക്കോസിന്റെ എല്ലാ പിന്തുണയുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർഡിലെ മെമ്പർ ശ്രീമതി അനിത മാഡം ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അംഗൻവാടിയിലെ പ്രവർത്തകരും നല്ലവരായ നാട്ടുകാരും ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ വലിയൊരു സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് NSS എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിൻ്റെ ആപ്തവാക്യം നോട്ട് മീ ബട്ട് യു എന്നാണ്. പ്രത്യേകിച്ച് കോളേജിലുള്ള വിദ്യാർത്ഥികളെ സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ. ഈ സമയത്ത് റാന്നി സെൻറ് തോമസ് കോളേജിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ചാണ് ഇന്നിവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം റാന്നി സെൻറ് തോമസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് മോതിരവയൽ 52 കോളനി ദത്തെടുക്കുകയുണ്ടായി. അതോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ ഒരു ആരോഗ്യ, സാമ്പത്തിക, സാമൂഹ്യ സർവേ സംഘടിപ്പിച്ചു. ഈ വർഷം 2 പ്രധാന പരിപാടികളാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, ഇവിടുത്തെ അംഗൻവാടി പെയിൻറ്റ് ചെയ്യുക, പിന്നെ ഈ റോഡ് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള ചെറിയ സഹായ പ്രവർത്തനങ്ങൾ ഈ
ഗ്രാമത്തിനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിൽ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോഡ് പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച പ്രൊഫസർ പി ജെ കുര്യനെ അഭിനന്ദിച്ച സ്ഥലനിവാസികൾ. റാന്നി ഈട്ടിച്ചുവട് 5-ാം വാർഡ് ചെറുക്കൽപ്പടി തൂളിമൺ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഫണ്ട് അനുവദിച്ചതിൽ MC വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പി ജെ കുര്യൻ MP-യെ അഭിനന്ദിച്ചു. ഫിലിപ്പ് മാത്യു, പ്രസാദ് കടവുപുഴ, സാം മാത്യു മുക്കരണത്ത്, മുഹമ്മദ് ഖാൻ തൃക്കോമല, ദിനാമ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം റാന്നി ഏരിയ സമ്മേളനം ഒക്ടോബർ 11-ന് മക്കപ്പുഴ NSS ഹാളിൽ നടക്കും. ഏരിയ പ്രസിഡന്റ് ജോർജ് ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി സുധീഷ് വെൺപാല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് രാജൻ വർഗീസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് കവിസമ്മേളനം നടക്കും. ഏരിയ സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ അനിൽ തുണ്ടിയിൽ, കൺവീനർ ഗിരീഷ് കുമാർ S എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സുധീർ നമ്പ്യാരുടെ നിയമന വിഷയം പരിശോധിക്കുമെന്നും തെറ്റ് തിരുത്തുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. ജയരാജൻ രാജിവെക്കണമെന്ന പ്രതിപക്ഷം. കർഷക സംഘം റാന്നി ഏരിയ സമ്മേളനം അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കാക്കിയണിഞ്ഞ കർഷകർ. മണിയാർ KAP 5th ബറ്റാലിയൻ ക്യാമ്പിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. വാഴകൃഷിക്ക് പ്രിയമേറുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഴപ്പഴത്തോടുള്ള വിമുഖത യുവാക്കളെപ്പോലും വാഴകൃഷിയിലേക്ക് തിരിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.